ക്രിസ്മസിന്റെ കൊട്ടുമ്പളത്തോടൊപ്പം തന്നെ പനി വന്നു കേട്ടോ. മരുന്നൊക്കെ വെച്ച് ഒപ്പിക്കാനും കണ്ട് നോക്കിയിരുന്നതായിരുന്നേ. പക്ഷെ നടന്നില്ല. ഒരു ഉച്ചയൊക്കെ ആയ സമയത്ത് മികൂസൻ ഉറങ്ങുന്ന സമയം നോക്കിയിട്ട് ആശുപത്രി പോയതാട്ടോ ഞാൻ. പപ്പേ നല്ല ഉരിയുന്ന വെയിലുമാണ്. തലവേദന എടുത്തിട്ട് ഒരു തരവും വയ്യായിരുന്നു. ഇനി ഒന്ന് കുൽക്കാതെ കൊണ്ടുപോകുമെന്ന് ചോദിച്ചപ്പോൾ പപ്പ റോഡിൽ കൂടെ കുൽക്കാതെ കൊണ്ടുപോകാനൊന്നും പറ്റിയില്ല. വേണമെങ്കിൽ തലയെടുത്ത് കൈ വെച്ചു. എനിക്ക് മാത്രമല്ല കേട്ടോ, പപ്പയ്ക്ക് ഇതേ അവസ്ഥ തന്നെയാണ്. ഹോസ്പിറ്റലിൽ ചെന്ന് ഒപ്പി ടിക്കറ്റ് എടുത്ത് നോക്കുമ്പോഴത്തേന് എല്ലായിടത്തും പനിമേളം തന്നെ. അതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരുന്നു കേട്ടോ. അങ്ങനെ അവിടെ കുത്തിപ്പിടിച്ച് കുറേ നേരം ഇരുന്ന സമയത്ത് എനിക്ക് തല കറങ്ങുന്ന പോലെ തോന്നുന്നേന്ന് ഞാൻ പറഞ്ഞു. എന്നാൽ പിന്നെ ഉപ്പിട്ട് നാരങ്ങ വെള്ളം കുടിക്കാന്ന് പറഞ്ഞ് പപ്പ എന്നെ കൂട്ടിക്കൊണ്ട് പോയതാണ്. അവിടെ എത്തിയപ്പോൾ ദാണ്ട ഉപ്പ പറയുന്നു സോഡ ലൈമ് മതി. എനിക്കാണ് ഈ സാധനം ഭയങ്കര പേടിയാ. അത് കുടിച്ച് കുറച്ച് കഴിയുമ്പോഴത്തേനും മുക്കിൽ കൂടെ അതിനൊരു ഗ്യാസ് വരും. എൻ്റെ എനിക്കത് ഒടുക്കത്തെ പേടിയാണ്. അതുകൊണ്ട് തന്നെ ഇതിനു മുമ്പ് ഞാനത് ഒറ്റ പ്രാവശ്യം കുടിച്ചിട്ടുള്ളത്. അങ്ങനെ ഡോക്ടറെ കാണിച്ചപ്പോഴത്തേനും ഡോക്ടർ പറഞ്ഞു പനി കുറയാത്തതുകൊണ്ട് ബ്ലഡ് ടെസ്റ്റ് ഉണ്ട് ചെയ്തിട്ടേ പോകാവുള്ളൂ. അങ്ങനെ ആശുപത്രിയിലെ കലാപരിപാടി കഴിഞ്ഞപ്പോഴത്തേനും സമയം വൈകിട്ടായി. അവിടെ നിന്ന് തിരിച്ചു വരുന്ന വഴിയിൽ പലഹാരങ്ങളാക്കുന്ന ഒരു കട കണ്ടു. അവിടെ കയറി കുറച്ച് പലഹാരവും മേടിച്ച് നേരെ വീട്ടിലേക്ക് വന്ന് ഞാൻ വരുമ്പോഴത്തേനും ദാണ്ട് എൻ്റെ മികൂട്ടൻ എന്നെ മുറ്റത്ത് തന്നെ നോക്കി നിൽപ്പുണ്ടായിരുന്നു. അമ്മ എന്നെ ഉറക്കിയിട്ട് എവിടെ പോയതായിരുന്നു എന്നുള്ളൊരു പരിഭവം ഉണ്ടായിരുന്നു. ചേച്ചിമാർക്ക് ലീവ് ആയതുകൊണ്ടും എനിക്ക് സുഖമില്ലാത്തത് കൊണ്ടും പോകുന്നത് ഹോസ്പിറ്റലിലേക്ക് ആയതുകൊണ്ടും കൂടി ആട്ടോ അവനെ കൂട്ടാതെ പോയി. കഴിഞ്ഞാൽ അവൻ എന്നെ ഇങ്ങനെ പറ്റിച്ചേർന്ന് കിടക്കുന്നുണ്ടപ്പോൾ എനിക്ക് ഒത്തിരി സങ്കടം വന്നേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.